ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ. ഇതിന് ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് അവൻ തന്നതാണ്. ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളൂ, ഇത് ഓൺ ആവില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്, ഒരു ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഇത് സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. പവർ ഇഷ്യൂ മാത്രമല്ല, റീചാർജ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നില്ല. കാരണം റീചാർജ് ചെയ്താലും ചാർജ് കയറുന്നില്ല. റീചാർജ് ചെയ്തിട്ട് ചാർജ് കയറുന്നുണ്ട്, എന്നിട്ട് പവർ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരിക്കും. ബട്ട് ഈ ഒരു പ്രോഡക്റ്റ് ചാർജ് ആവുന്നില്ല. അതെ, ഇവിടെ LED ലൈറ്റും കാര്യങ്ങളൊന്നും കത്തുന്നില്ല, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് നമുക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഈ ഒരു മുൻപിലായിട്ട് കാണുന്ന ഈ ഒരു നെറ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു നെറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് 4 സ്ക്രൂകൾ കാണും, അതുകൂടെ നമ്മളൊന്ന് റിമൂവ് ചെയ്യണം. സ്ക്രൂകളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബോർഡ് പുറത്തെടുക്കുകയാണ് വേണ്ടത്. ഇവിടെയായിട്ട് കാണുന്നതാണ് നമ്മുടെ സർക്യൂട്ട് ബോർഡ്. ഈ ഒരു സർക്യൂട്ട് ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെയും സ്പീക്കറിൻ്റെയും കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യണം. ഞാനിപ്പോൾ കണക്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെഡ് കണക്ഷനാണ് ബാറ്ററിയുടെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. ഇനി നമുക്ക് നമ്മുടെ ബോർഡൊന്ന് പരിചയപ്പെടാം. 3.7 വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ബോർഡാണ് കേട്ടോ ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ബോർഡ് തരുന്നുണ്ട്. നിങ്ങൾ ഓവർ ടൈം ചാർജ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ ഒരു കപ്പാസിറ്ററാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരിക. കാരണം ഈ ഒരു സംഭവം നേരിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കപ്പാസിറ്ററിലോട്ടാണ്. ഇനി നമുക്ക് മാറ്റി വെക്കാനുള്ള ഒരു സർക്യൂട്ട് ബോർഡാണ് കേട്ടോ അത്. നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനിലൊക്കെ ഈ ഒരു സർക്യൂട്ട് ബോർഡ് അവൈലബിൾ ആണ്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 200-250 രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് നാട്ടിലെ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത്. 250 രൂപയാണ് ഈ ഒരു ബോർഡിനായത്. നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് ബോർഡിനേക്കാളും പെർഫോമൻസ് ഈ ഒരു കസ്റ്റമൈസ് ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം സ്റ്റോക്ക് ബോർഡിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ഒരു കസ്റ്റമൈസ് ബോർഡിന്. നിങ്ങൾ ഇതുപോലുള്ള ബോർഡ് വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതേ സ്ട്രക്ചറിലല്ല ഈ ഒരു സംഭവം എന്നാണ് നോക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇത് ആ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് സൂട്ട് ആവുകയുള്ളൂ. ഇപ്പോൾ ഇത് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു സർക്യൂട്ട് ബോർഡ് ബ്ലൂടൂത്ത് സ്പീക്കറിൽ സെറ്റാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ബാറ്ററി വെച്ച് കൊടുക്കാം. ബാറ്ററി വെക്കേണ്ട സേഫ് സ്ഥലം ഇതല്ല, എങ്കിലും ബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാറ്ററി ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്പീക്കറിൻ്റെ വയറും ബാറ്ററിയുടെ വയറും ഈ ഒരു ബോർഡിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. റെഡ് കളർ കാണുന്നതാണ് ബാറ്ററി, അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളറുള്ളതാണ് സ്പീക്കറിൻ്റെ വയർ കൊടുക്കേണ്ടത്. നമ്മുടെ കണക്ഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ബോർഡ് സർക്യൂട്ട് ബോർഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു സർക്യൂട്ട് ബോർഡ് വെക്കേണ്ട ശരിയായ ഗ്യാപ്പിലോട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു പ്രവർത്തനവും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബാക്കിലെ ഈ ഒരു കവറ് സെറ്റാക്കി വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. ബാറ്ററി നമ്മൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെയായിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ബാറ്ററി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ ബാറ്ററി വെച്ച് കൊടുക്കുക. ആ ഒരു വർക്ക് കഴിഞ്ഞ് ഞാനിപ്പോൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജിങ് പ്ലഗ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, നമ്മുടെ ഒരു ബോർഡ് വർക്കിംഗ് ആണ്, ചാർജ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു റെഡ് LED വർക്കിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ബാറ്ററിയിൽ ഒട്ടും തന്നെ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു സൗണ്ടിൽ ബ്രേക്കിംഗ് വരാനുള്ള കാരണം. ബാറ്ററി ചാർജ് ഫുള്ളായതിനു ശേഷം മാത്രം നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉപയോഗിക്കാം. കാരണം നമ്മുടെ പുതിയ ബോർഡാണ് ഇതിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ബോർഡൊന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ആവാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓവർ ഹീറ്റ് ആവാൻ വെയിറ്റ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡും അടിച്ചു പോകുന്നതായിരിക്കും.
ഈ ഒരു ബോർഡ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഞാൻ രൂപേഷ് സൈനിങ് ഔട്ട്.